പ്രശാന്തേട്ടാ, പാലക്കാട് ഇന്ന് ആവേശ പോരാട്ടത്തിൻ്റെ വിധിയെഴുത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് കഴിഞ്ഞ് നാളെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും പാലക്കാട് ഇതുവരെയുള്ള അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്? പാലക്കാട് വളരെ വലിയ പോരാട്ടമാണല്ലോ നടക്കുന്നത്. ഇപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ 3 ഉണ്ടായിരുന്നു. ഇതിനകത്ത് പാലക്കാട് അവിടുത്തെ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നാളെയാണ് തെരഞ്ഞെടുപ്പ്. പാലക്കാട് നമ്മൾ പരിശോധിക്കുമ്പം പാലക്കാട് വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ നിലവിലെ സ്ഥിതി അല്ലെങ്കിൽ ആര് ജയിക്കും എന്നതിനെപ്പറ്റിയാണ് നമ്മളിപ്പം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കൂടുമോ? വോട്ടിംഗ് ശതമാനം കൂടുമെന്ന് നാളെയല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ല, എന്നാലും അവിടുത്തെ എല്ലാ പാർട്ടികളും അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാൻ വളരെ കൂടുതലായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഇപ്രാവശ്യം അവിടെ 2,12,000 വോട്ടാണ് മൊത്തത്തിൽ പോളിങ്ങിനായിട്ടുള്ളത് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത്. അതിനകത്ത് പാലക്കാട് പരിശോധിക്കുമ്പോൾ അതൊരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. അതായത് ഏതാണ്ട് 74.5% ഹിന്ദു വോട്ടുകളുണ്ട്. അതിനകത്ത് മുസ്ലിം വോട്ടുകൾ 22%. SC വോട്ടുകൾ ഏതാണ്ട് 10.91, 11%. ST വോട്ടെന്ന് പറയുമ്പോൾ വളരെ കുറവാണ്, ഏതാണ്ട് 0.41% വോട്ട്. പിന്നെ ക്രിസ്ത്യൻ വോട്ടും കുറവാണ്, 3.2% വോട്ട്. അതായത് 2,12,000 വോട്ടിനകത്ത് ഹിന്ദു വോട്ട് മാത്രം 1,50,940 വോട്ടുണ്ട്. 1,57,940 വോട്ട്. മനസ്സിലാവുന്നുണ്ട്? അതായത് 2,12,000 വോട്ടിനകത്ത് ഹിന്ദു വോട്ട് ഏതാണ്ട് 1,60,000 എന്ന് പറയാം. മുസ്ലിം വോട്ട് ഏതാണ്ട് 46,640 വോട്ടുണ്ട്. SC വോട്ട് ഏതാണ്ട് 23,320 വോട്ടുണ്ട്. ST 869 വോട്ട്, നിസ്സാര വോട്ടുകൾ. ക്രിസ്ത്യൻ വോട്ടെന്ന് പറയുമ്പോൾ 6,754 വോട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഹിന്ദു ഭൂരിപക്ഷം മണ്ഡലം. നേരത്തെ കേരളത്തിൽ ഈ ബ്രാഹ്മണരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോഴും മിക്കവാറും ഉള്ളവരല്ലേ സംസാരിക്കുന്നത്. ആകപ്പാടെ ഏറ്റവും അവസാനമായിട്ട് ഇപ്പം ഈ കൊട്ടാരക്കരയിൽ നിന്നുള്ള നമ്മുടെ ഐഷ പോറ്റി ഉണ്ടല്ലോ, അവരെ ആ ഗണത്തിൽ കൂട്ടുണ്ട്. ബ്രാഹ്മൺ MLA എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം എനിക്ക് നിയമസഭയിലും ലോകസഭയിലും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരില്ല. ഞാൻ പറയാൻ കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ പൂണൂൽധാരികൾ ഉള്ളൊരു സ്ഥലമാണ് ഈ നിയമസഭ മണ്ഡലം. നമ്മൾ കണ്ടിട്ടില്ലേ അവിടെ ഈ അഗ്രഹാരങ്ങൾ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളു. അപ്പം ഇവിടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും UDFൻ്റെ ക്യാൻഡിഡേറ്റാണ് ജയിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് 1-2 തവണ അല്ലെങ്കിൽ പല സമയങ്ങളിലൊക്കെ LDF ക്യാൻഡിഡേറ്റ് ജയിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ LDF ക്യാൻഡിഡേറ്റ് ജയിക്കുമ്പോൾ അവിടെ മുസ്ലിം ക്യാൻഡിഡേറ്റിനെയാണ് അവർ പ്രിഫർ ചെയ്തിരുന്നത്. അതായത് ഈ 74% അല്ലെങ്കിൽ 74.5% ഹിന്ദു ഭൂരിപക്ഷമുള്ള ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 22% വരുന്ന മുസ്ലിം കോർഡിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഏകീകരണത്തെ ഉറ്റുനോക്കിക്കൊണ്ടാണ് എപ്പോഴും ആ സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം അവിടെ ഇലക്ഷൻ വരുന്നതിന് മുമ്പുള്ള അതായത് 2021 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലാണ് മത്സരിക്കുന്നത്. ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ BJPയുടെ ക്യാൻഡിഡേറ്റ് ഈ ശ്രീധരനായിരുന്നു. അപ്പം BJP ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു ക്യാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം UDFൻ്റെ ക്യാൻഡിഡേറ്റ് മത്സരം വളരെ മെച്ചപ്പെട്ടതാവുകയും ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരും. റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 3,900 വോട്ടിന് അവിടെ UDFൻ്റെ ക്യാൻഡിഡേറ്റ് ജയിക്കുകയാണ് ചെയ്തത്.
ആ 3900 വോട്ടിന് UDF കാൻഡിഡേറ്റ് ജയിച്ചതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ദീർഘമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം ഏകീകരണം വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുസ്ലിം ഏകീകരണം നടന്നു എന്നുള്ള പറച്ചിൽ അന്നുതൊട്ടേ ഉണ്ട്. കേരളത്തിലുടനീളം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത് ഈ ഏകീകരണം അല്ലെങ്കിൽ ജാതി ധ്രുവീകരണം എന്നുള്ളൊരു സംസാരം പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായി കേരള രാഷ്ട്രീയത്തിൽ വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ദീർഘമായിട്ട് പുറകോട്ട് രാഷ്ട്രീയം പരിശോധിക്കുമ്പം എപ്പോഴും ഒരു ഈ പറയുന്നത് പോലെ മതധ്രുവീകരണം സംഭവിച്ചിരുന്നു എന്ന് പറയുമ്പം ഇതിനകത്ത് ഭൂരിപക്ഷം കേരളത്തിൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കുമ്പോൾ ഒരുപോലെയാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ഒരു സംഘടിതമായ വോട്ട് ചെയ്യുന്നതിന് അവർ തയ്യാറായിരുന്നു. ഈ സംഘടിതമായ വോട്ട് ചെയ്യുന്നത് തയ്യാറായിരുന്നു പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. അതിനുശേഷം ക്രിസ്ത്യൻ വോട്ടുകൾ ആ രീതിയിലൊക്കെ ഒരു പരിധിവരെ നിന്നിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാവാം. പക്ഷേ അത് മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ അത് ചർച്ചയായിരുന്നില്ല. നമ്മൾ ജോൺ ശ്രദ്ധിക്കേണ്ടായിരുന്നു, നമുക്കെല്ലാം മറ്റു വിഭാഗങ്ങളെ ചർച്ചയായിരുന്നില്ല. പക്ഷേ 2014 ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലുടനീളം ഉള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കകത്ത് BJP ഒരു പ്രധാന ഘടകമായിട്ട് മാറും. BJP ഒരു പ്രധാന ഘടകമായിട്ട് മാറുമ്പോൾ BJPയെ എപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതൊരു ജാതി പാർട്ടിയാണ് അല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാണെന്ന് പോയിൻ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുകയും ഇത് ചിന്തിക്കാതിരുന്ന ഒരു ഭൂരിപക്ഷ സമുദായം ആ ചിന്തയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണക്കാരൻ ഒരുപക്ഷെ ആ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആൾക്കാരെക്കാട്ടിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന പോലെ സംഘടിത വോട്ടുകൾ അവരാണ് പറഞ്ഞത് മറ്റൊരു സംഘടിക്കും. ശരിക്കും പറഞ്ഞാൽ അവർ ഒരു പരിധിവരെ സംഘടിച്ചിരുന്നില്ല. അവരെ മെറിറ്റ് നോക്കിയോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയോ ഒക്കെ വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം കേരളത്തിൽ പോലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. കാര്യങ്ങൾ ഉരുത്തിരിയുക എന്ന് പറഞ്ഞാൽ ഇത് ഉരുത്തിരിച്ചെടുത്തതാണ്. കാരണം ഒളിച്ചു കടത്തിയിരുന്ന ഒരു സംഘടിതമായ വോട്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ, ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ളടത്ത് മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെ ജയിക്കും. അതിനകത്ത് അന്നേരം പാർട്ടി നോക്കുന്നില്ല, ഏത് പാർട്ടിയുടെയാണ് ആ സ്ഥാനാർത്ഥി എന്നുള്ളതൊന്നാൽ ജയിക്കും. ചില മേഖലയിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കും. അതിനകത്ത് പാർട്ടി വരുന്നില്ല, ആ ക്രിസ്ത്യൻ ബാക്കി സ്ഥാനാർത്ഥികൾ മറ്റ് ജാതിയിലുള്ളവരാണെങ്കിൽ അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ പാലക്കാട് ഇലക്ഷന് ശേഷം അവിടെ സംഭവിച്ചത്, അവിടെ BJP ആയിരുന്നു ജയിക്കേണ്ടത്. BJP ആണ് അവിടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്നത്. ജയിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കപ്പുറം ഒരു ഏകീകരണം നടന്നു എന്നുള്ള രീതിയിലേക്ക് അന്ന് തൊട്ട് ഇപ്പം ഇന്ന് വരെ ഈ ദിവസവും വരെ ചർച്ചയാണ്. അപ്പോൾ ഇപ്പം അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ഏകീകരണം അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോണിന് മനസ്സിലായല്ലോ, 1,50,000 അല്ലെങ്കിൽ 60,000 വോട്ടോളം ഈ ഹിന്ദു വോട്ടുകൾ മാത്രം വരികയാണ്. അതിനകത്ത് ഒരു 50% വോട്ട് ഏകീകരിക്കാൻ അല്ലെങ്കിൽ ഒരു 40% വോട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ഏകീകരണം ഉണ്ടായാൽ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള BJP ഹിന്ദു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറയുക ശരൺ ഹിന്ദു ഈ 3 കാൻഡിഡേറ്റും ഹിന്ദു ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആ രീതിയിലുള്ള ഒരു ഏകീകരണം സാധ്യമല്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല എന്നാണ് ജോൺ പറയുന്നത്. പക്ഷേ അവിടെ ഇപ്രാവശ്യം സംഭവിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ ഈ ഹിന്ദു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ CPMൻ്റെ സ്ഥാനാർത്ഥി സരൺ എന്ന് പറയുമ്പോഴും അവിടെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നവരാണ്. മനസ്സിലാക്കേണ്ടത് ഇത് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അവിടെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കണ്ട സന്ദീപ് വാര്യർ അവിടെ BJPയുടെ ഭാഗമല്ലെന്ന് മാറി കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് മാറി. പിറ്റേന്ന് രാവിലെ സന്ദീപ് വാര്യർ കാണാൻ പോകുന്നവർ പാണക്കാട് തങ്ങളെയാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളും പറയുന്നതിനപ്പുറമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലുടനീളം കോൺഗ്രസ് രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. ഇത് അകത്ത് നിന്ന് ഒളിച്ചല്ല, പരസ്യമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണെന്ന് പറയുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ പോലും ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ മത്സരിക്കണമെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യം എന്താ?
ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു 4 ലക്ഷം 5 ലക്ഷം വോട്ട് അല്ലെങ്കിൽ മൂന്നാമതൊരു സീറ്റ് വേണമെന്ന് പറയുമ്പോൾ ആ സീറ്റ് വയനാട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിനകത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗം നിന്ന് മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി ഇന്ത്യയിലെ 545 സീറ്റിനകത്ത് പോലും ഇത്രയും ഷുവർ സീറ്റില്ല എന്നുള്ള രീതിയിലേക്കല്ലേ കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി മാറി ഇപ്പം രണ്ടാമത് മത്സരിക്കേണ്ടി വരുമ്പോഴും പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? അപ്പം ഞാനീ പറഞ്ഞത് ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് കൃത്യമായിട്ട് അവർ പറയുന്നിടത്ത് നിൽക്കും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പം നിൽക്കുന്നത്. മാത്രമല്ല ദേശീയ ലെവലിൽ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BJP രാഷ്ട്രീയം ഹിന്ദു രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കോൺഗ്രസ് രാഷ്ട്രീയം ഇസ്ലാമിക് രാഷ്ട്രീയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പണ്ട് രഹസ്യമായിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ട് സഹായിക്കുന്ന രീതിയിലും പരസ്യമായിട്ട് പറയുന്ന രീതിയിലും പരസ്യമായിട്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലും അവരുടെ വാക്കുകൾ അവസാന വാക്കാവുന്ന രീതിയിലൊക്കെ കേരളത്തിലെ കോൺഗ്രസും ദേശീയ കോൺഗ്രസും ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പം ഞാനീ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് 2011 തൊട്ട് 2021 വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2011 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പാലക്കാട് 42.41% വോട്ടാണ് അല്ലെങ്കിൽ ശതമാനം വോട്ടാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് തന്നെ BJPക്ക് അവിടെ ഉള്ളത് ഏതാണ്ട് 19.87% വോട്ടാണുള്ളത്. CPMനുള്ളത് 35.87%, അത് 36%. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന BJPക്ക് ശതമാനത്തിനകത്ത് വളരെ കുറവുള്ള സമയത്തും പാലക്കാട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് അന്നും 20% വോട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് വന്നിട്ട് 2016 പാലക്കാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് 41.77% വോട്ടും BJPക്ക് ആ സമയത്ത് 29.4% വോട്ടും. ആ സമയത്താണ് 2016 ശോഭാ സുരേന്ദ്രനോട് മത്സരിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് 10% വർധനമാണ് ഉണ്ടാകുന്നത്. BJPയുടെ ആ നിയമസഭാ മണ്ഡലത്തിൽ 2011 ശേഷം 2016 വരുമ്പോൾ ഏതാണ്ട് 10% വർധനമാണ് അവിടെ ഉണ്ടാകുന്നത്. ആ സമയത്ത് അവിടെ നഷ്ടം സംഭവിക്കുന്നത് CPMനാണ്. CPMൻ്റെ 36% നിന്ന് 28% വോട്ട് കുറയുകയാണ്. മനസ്സിലാവുന്നത്. ഇത് വന്നിട്ട് 2021 നമ്മൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 38% വോട്ട് കിട്ടുമ്പോൾ BJPക്ക് അവിടെ 35.35% വോട്ടാണ് കിട്ടുന്നത്. ആ സമയത്ത് CPMൻ്റെ വോട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും കുറഞ്ഞ് 25.64%. അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 3 നിയമസഭാ മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കുറവ് സംഭവിക്കുന്നു, ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് CPMനുമാണ്. ഇവിടെ ഈ 3 പരിശോധിക്കുമ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം BJPക്ക് അവിടെ വന്നിരിക്കുകയാണ്. അതായത് 19 നിന്നും ഏതാണ്ട് 35%, അതായത് 36% വോട്ട് വർധന ഉണ്ടാകുന്നു. ബാക്കി 2 രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വോട്ട് കുറയുകയാണ് ചെയ്തത്. അതായത് 2011 ശേഷം 2021 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 4.35% വോട്ട് കുറയുകയാണ്. അതായത് CPMനെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 10.18% വോട്ട് കുറയുകയാണ്. ഈ രണ്ടിടത്തും കൂടി 15% പുറത്ത് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ BJPക്കാണ്. BJPക്ക് 2011 ശേഷം 2021 വരുമ്പോൾ ഏതാണ്ട് 16% വർധനവുണ്ടാകും. അതായത് 2011 ശേഷം 2021 വരെ പരിശോധിക്കുമ്പോൾ BJPയുടെ മുന്നേറ്റം വളരെ വളരെ വലുതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മുന്നേറ്റം ഇതേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ബൈ ഇലക്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ BJP തന്നെയാണ്. പക്ഷേ ആ സാധ്യതകളൊക്കെ തച്ചുടച്ചല്ലേ അവിടുത്തെ നടക്കുന്ന പ്രശ്നങ്ങൾ, കലാപം എങ്ങനെ കലാപം എന്ന് പറയുമ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കലാപം അവസാനം ജോൺ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയം പഠിക്കാൻ സഹായിക്കുന്ന ആളാണെങ്കിൽ സന്ദീപ് വാര്യറിൻ്റെ പോക്ക് ഒരുപക്ഷെ സന്ദീപ് വാര്യർ BJPക്ക് അകത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ബൈ ഇലക്ഷൻ വരെ ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് അത് ദോഷം ചെയ്തേനെ. സന്ദീപ് വാര്യറിൻ്റെ കോൺഗ്രസിലേക്കുള്ള പോക്ക് BJPക്ക് അവിടെ ഗുണമാണ് ചെയ്തിരിക്കുന്നത്. കാരണം സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് പോയി BJP സന്ദീപ് വാര്യർ എത്തരക്കാരനാണെന്ന് പൊതുജനത്തോട് പറയാൻ ശ്രമിച്ചോ അത് സന്ദീപ് വാര്യർ ഇറങ്ങി നിന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്.
സന്ദീപ് വാര്യർ BJPക്ക് കൊള്ളാവുന്ന ആളല്ല, BJPക്കകത്തെ പണ്ട് പിണറായി വിജയൻ പറഞ്ഞത് കുലംകുത്തി ആയിരുന്നു എന്ന് BJP നേതൃത്വം ജനത്തിനോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സന്ദീപ് വാര്യറിനെ ഈ പറഞ്ഞ പോലെ സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തി കോൺഗ്രസ് കൊണ്ടുപോവുകയും സന്ദീപ് വാര്യർ അതിനകത്ത് ചെന്ന് ഒരു ദിവസം കൊണ്ട് BJPയെ തള്ളിപ്പറയുന്നത് കൂടാതെ നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നത് കൂടാതെ അടിസ്ഥാനപരമായിട്ടുള്ള ആരും ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ സാധ്യതയില്ലാത്ത RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ വരെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. അതായത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആളിനെ അവിടെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് BJP ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്, RSSനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ അതിനകത്ത് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനകത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിട്ടാണല്ലോ സന്ദീപ് വാര്യറിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അല്ല സന്ദീപ് വാര്യറിനെ ഈ BJPക്കാരൻ ഇഷ്ടപ്പെട്ടത് CPM-കാരനായിട്ടും ആയ സന്ദീപ് വാര്യർ കൊണ്ടല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള സന്ദീപ് വാര്യർ കൊണ്ടല്ലോ. അപ്പോൾ അയാൾക്കൊരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയാണ് BJP ഉയർത്തിപ്പിടിക്കുന്ന ഐഡിയോളജിയിൽ അത് ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും കഴിവുള്ളവനും അല്ലെങ്കിൽ പ്രാപ്തനായിട്ടുമുള്ള ഒരാളാണെന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ സന്ദീപ് വാര്യർക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്. അത് മറികടക്കുന്നതിന് സന്ദീപ് വാര്യർ BJP അത് മറികടക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടി കൂടുതൽ BJP അതല്ല സന്ദീപ് വാര്യർ BJPക്കകത്തെ കുഴപ്പക്കാരനാണ്. അയാൾ BJPയോട് സ്നേഹമുണ്ടായിട്ട് നിൽക്കുകയല്ല, BJP ഐഡിയോളജി അയാൾ അല്പം പോലും ഇല്ല എന്ന് BJP നേതൃത്വത്തിന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടുത്തെ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാളൊരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൽ പോവുകയും അയാൾ തന്നെ ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അത് വിളിച്ചു പറയുകയും ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി അല്ലെങ്കിൽ അതിന് പ്രമോഷൻ കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ SDPI പോലുള്ള പാളയത്തിലേക്ക് പോയി നിന്ന് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയല്ലെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അവസാനം നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പാലക്കാട് ആര് ജയിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ, കൃഷ്ണകുമാർ ജയിക്കുമോ? പാലക്കാട് ആര് ജയിക്കുമെന്നുള്ളത് പ്രവചിക്കാൻ നമുക്ക് നാളെ ഊട്ടി വെച്ചേക്കാൻ സാധിക്കില്ല. അവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യത ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വളരെ വലിയൊരു മത്സരമാണ് അവിടെ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ 2011 തൊട്ട് കണ്ടതുപോലെ CPM-ന് വളരെ പിന്നോക്കം പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും CPM-ന്റെ ക്യാൻഡിഡേറ്റ് ഈ പറഞ്ഞതുപോലെ 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് അവിടെ. ഇഞ്ചോടിഞ്ച് മത്സരം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ BJP ക്യാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാതെ അല്ലെങ്കിൽ BJP ക്യാൻഡിഡേറ്റിന് എതിരായിട്ടുള്ള ഒരു നെറേറ്റീവ്സും അല്ലെങ്കിൽ അത് മോശമെന്ന് പറയുമ്പോഴും താഴെത്തട്ടിൽ വളരെ ദീർഘമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ഈ 2 ദിവസം കൊണ്ട് ഇപ്പോൾ നിലവിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് അവിടെ ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള ക്യാൻഡിഡേറ്റ് BJP ക്യാൻഡിഡേറ്റ് തന്നെയാണ്. അതിനകത്ത് ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ധ്രുവീകരണം തന്നെയാണ്. അവിടുത്തെ കൃത്യമായിട്ടുള്ള ധ്രുവീകരണം, അതായത് SDPIയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ധ്രുവീകരണം, മുസ്ലിം ലീഗ് അവിടുത്തെ ഇലക്ഷനെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു ശ്രമം, ഇത് വളരെ കൃത്യമായിട്ട് വോട്ടർമാർക്ക് മനസ്സിലാവുകയും ഈ ഒരു ഏകീകരണം അപ്പുറത്ത് നടക്കുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു ഏകീകരണം ഇപ്പുറത്ത് നടന്നാൽ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ കൃഷ്ണകുമാർ ജയിക്കാനുള്ള സാധ്യതയാണ്. അതായത് മുസ്ലിം ഏകീകരണം അല്ലെങ്കിൽ മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം ഒരു ഭാഗത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവിടുത്തെ മുൻ MLA ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതായിട്ട് അവിടുത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഏകീകരണം, ഹിന്ദു ഏകീകരണം നടന്നാൽ ഹിന്ദുവിൻ്റെ വോട്ട് ഏതാണ്ട് 1,50,000 അതല്ലേ 60,000 വോട്ടിന് അടുത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ഏകീകരണം നടക്കുകയും ആ ഏകീകരണം ഒരു 10-50% അല്ലെങ്കിൽ 40-45% വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കൃഷ്ണകുമാർ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിനുള്ള ഒരു സാഹചര്യം എല്ലാ തരത്തിലും ഏറ്റവും അവസാനം സന്ദീപ് വാര്യർ കൂടി ഉരുത്തിരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ഒരു പിക്ചർ അനുസരിച്ച് ഇതുവരെയുള്ള 2011 തൊട്ട് നമ്മൾ 2021 വരെയുള്ള BJPയുടെ വളർച്ചയും അല്ലെങ്കിൽ ഈ പ്രാവശ്യം BJPയുടെ അവിടുത്തെ വർക്കും സംഘപരിവാർ കഴിഞ്ഞ ദിവസം ഈ കലാശക്കൊട്ടിനകത്ത് സംഘപരിവാറിൻ്റെ ഒരു ഇടപെടലും ഒക്കെ കാണുമ്പോൾ അവിടെ BJP ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.